ഹായ് ഓൾ, ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ കുട്ടികളെ 4 ഹൗസുകളായിട്ട് തരംതിരിക്കുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ടീം തുമ്പയാണ് കേട്ടോ. അപ്പോൾ അവർ അടിപൊളിയായിട്ട് തന്നെ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അടുത്ത ടീമിലേക്കൊന്ന് പോയി നോക്കാം. ഇത് ടീം മുക്കുറ്റിയാണ്. അപ്പോൾ മുക്കുറ്റിയിലും പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമിലും പൂക്കളം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൂക്കളം അരിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആകെ 10 കുട്ടികളെ വീതമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ 12:30 വരെയാണ് നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഇതിലത്തെ വിജയിയായിരിക്കും നമ്മൾ എ സോൺ മത്സരത്തിന് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം 4 പൂക്കളങ്ങളാണുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം കറക്റ്റായിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മന്ദാരം. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് പോയിന്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ബാക്കി ചെറുതായിട്ടുള്ള മിനുക്കുപണികൾ മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പൂക്കളത്തിൻ്റെതായിട്ട് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ഓരോ പൂക്കളങ്ങളും പല തരത്തിലുള്ള പൂക്കളെ കൊണ്ട് നല്ല അതിഗംഭീരമായിരുന്നു. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റിൽ വരുന്ന പൂക്കളെന്ന് പറയുന്നത് കേട്ടോ. അതായത് തെച്ചിയാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ കുട്ടികളുടെ ഓൾമോസ്റ്റ് എല്ലാ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫിനിഷിംഗ് സ്റ്റേജിൽ തന്നെയാണ്. ഇനി ചെറിയ കുറച്ച് പണികൾ മാത്രമേ അവർക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇനി ജഡ്ജസിൻ്റെ വരവും അതേപോലെ തന്നെ മാർക്കിടലൊക്കെയാണ് നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മന്ദാരം ടീമിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ അവിടെ എത്തിയത്. എന്തായാലും അവരും അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജഡ്ജസിനെ വെയിറ്റ് ചെയ്തിരുന്നു. അവരെത്തിയിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് 3 ജഡ്ജസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ മോൺസിന സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കോളേജിൽ പൂക്കളം ഇവാലുവേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പൂക്കളത്തിൻ്റെ അടുത്തായിട്ട് അവർ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഏതിന് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് 4-5 ക്രൈറ്റീരിയ ഓൾറെഡി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ്. അപ്പോൾ ഈ ഒരു പൂക്കളത്തിൻ്റെ അടുത്തും അതേപോലെ അടുത്ത പൂക്കളത്തിൻ്റെ അടുത്തൊക്കെ കാര്യമായി തന്നെ അവർ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പിറ്റേ ദിവസം കുട്ടികളുടെ ഓണാഘോഷ പരിപാടിയായിരുന്നു. അതിലാണ് അനൗൺസ് ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേയിലായിരുന്നു ഈ ഒരു പൂക്കളം മത്സരം നമ്മൾ സംഘടിപ്പിച്ചത്. പിറ്റേ ദിവസം പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിസൾട്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ റിസൾട്ട് കിട്ടിയ സമയത്ത് 1ാം സ്ഥാനം കിട്ടിയത് ഈ ഒരു പൂക്കളത്തിനായിരുന്നു കേട്ടോ. അതായത് മുക്കുറ്റി. ടീം സി എന്ന് പറയുന്ന മുക്കുറ്റിക്കായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ടീമായ തുമ്പയ്ക്കായിരുന്നു കേട്ടോ. ആൻഡ് തേർഡ് തെച്ചിക്കും മന്ദാരത്തിനുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 പൂക്കളും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.